എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർ ഡെൻ്റൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിൻ്റെ ആത്മഹത്യ നമ്മുടെ നാട്ടിൽ നിന്ന് നിലനിൽക്കുന്ന ജാതി വിവേചനത്തിൻ്റെ ഒരു നേർസാക്ഷ്യമായി തന്നെ കരുതണം. അല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവായിട്ട് കാര്യമില്ല. അത് വെറും എസ്കേപ്പിസം മാത്രമാണ്. നിതിൻ രാജിൻ്റെ ഡോക്ടറാകാനായിരുന്നു മോഹം. എൻട്രൻസ് എഴുതി. എന്നാൽ പ്രവേശന പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. എൻട്രൻസ് എഴുതി കിട്ടിയത് ഡെൻ്റൽ ആണ്. ഡെൻ്റൽ എങ്കിൽ ഡെൻ്റൽ, പല്ല് ഡോക്ടർ എങ്കിൽ പല്ല് ഡോക്ടർ, അതാകാനാണ് അവൻ ആഗ്രഹിച്ചത്. പക്ഷേ ആ ദളിത് വിദ്യാർത്ഥിയുടെ ജീവിതം ഒരു ആത്മഹത്യയിൽ അവസാനിച്ചു. ആ വിദ്യാർത്ഥി ഒരു വർഷം പോലും BDS കോഴ്സിൻ്റെ ഒരു വർഷം പോലും പൂർത്തിയാക്കിയിരുന്നില്ല. അവൻ്റെ അധ്യാപകരിൽ നിന്നുണ്ടായ തുടർച്ചയായ ജാതി നിന്ദയുടെ അപമാനം, അതുപോലെ തന്നെ മർദ്ദനങ്ങൾ, ഇതൊക്കെ സഹിക്കാൻ കഴിയാതെയാണ് ആ കുട്ടി ആ കടുങ്കൈ ചെയ്തത്. ഇന്ന് ഏപ്രിൽ 14 ഇന്ന് അംബേദ്കറുടെ ദിനമാണ്. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ താഴ്ന്ന ജാതിക്കാരോട്, അദ്ദേഹത്തിൻ്റെ സ്വന്തം ജനതയോട് പറഞ്ഞിരുന്നു, നിങ്ങളൊക്കെ ജനിച്ചത് ഹിന്ദു മതത്തിലായിരിക്കാം, ഇനി നമുക്ക് അക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമ്മൾ മരിക്കേണ്ടത് എങ്ങനെയാണ്, ഏത് മതത്തിലാണ് എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം. ഞാനെന്തായാലും ഹിന്ദു മതത്തിൽ തന്നെ കിടന്ന് ഒരു നികൃഷ്ട ജീവിയായി ജാതിക്കാരനായി മരിക്കാനില്ല. ഞാൻ ബുദ്ധമതത്തിലേക്ക് പോവുകയാണ്. എൻ്റെ ഒപ്പം വരേണ്ടവർക്ക് വരാം. ആ ട്രൂ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് 5 ലക്ഷം പേർ ബുദ്ധമതത്തിലേക്ക് മാറി. 1956 ഒക്ടോബർ 14 ഈ സംഭവം നടന്നത്. ലോകത്തിൽ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒറ്റ ദിവസം ഇത്രയും പേർ, 5 ലക്ഷം പേർ മതം മാറിയ ഏറ്റവും വലിയ മതം മാറ്റം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേരെ ഒറ്റ ദിവസം മതം മാറ്റിയ വ്യക്തി അംബേദ്കറാണ്. അദ്ദേഹം എൻ്റെ ജനത എന്ന് വിളിച്ചിരുന്ന അധകൃത ജാതികൾക്ക് വേണമെങ്കിൽ അദ്ദേഹം പറഞ്ഞത് കേട്ട് അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരാമായിരുന്നു. അങ്ങനെ ഉണ്ടായില്ല. പല സ്ഥലത്തും ആളുകൾ പോയില്ല. ഈ 5 ലക്ഷം പേർ മാത്രമേ പോയുള്ളൂ. കേരളത്തിൽ വളരെ കുറച്ച് പേരെ പോയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അധികം പേരും ചുവന്ന സ്വപ്നങ്ങൾ വിൽക്കുന്ന നേതാക്കളുടെ പോസ്റ്ററുകൾ ഒട്ടിക്കാനാണ്, മൈദ കുറുക്കി ഒട്ടിക്കാനാണ് താല്പര്യപ്പെട്ടത്. അവരിപ്പോഴും 70 വർഷം കഴിഞ്ഞിട്ടും അതേ കളറിലുള്ള പോസ്റ്ററുകൾ ഒട്ടിച്ചു കൊണ്ടിരിക്കുന്നു. ഇതുപോലുള്ള ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ ഇടയ്ക്ക് പോസ്റ്റർ ഒട്ടിക്കുന്നതിൻ്റെ ഇടയിൽ തലപൊക്കി നോക്കും, പിന്നെ വീണ്ടും പോസ്റ്റർ ഒട്ടിക്കൽ തുടങ്ങും. ഇതിപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, ചരിത്രം തന്നെ പരിശോധിക്കുമ്പോൾ, സ്വന്തം ജനതയെ മുഖ്യധാരയിലെ രാഷ്ട്രീയക്കാർ വന്ന് രക്ഷിക്കുമെന്ന് കരുതുന്ന ഒരു ന്യൂനപക്ഷ സമൂഹവും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. ഒരു സമൂഹം അത് എത്ര ചെറുതാണോ അത്രയ്ക്കും ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ എന്തായിരിക്കും ഗതി എന്നുള്ളതാണ് ഇവിടുത്തെ പട്ടികജാതി സമൂഹങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ഇക്കാര്യം തൽക്കാലം ചർച്ച ചെയ്താൽ തീരാത്തൊരു വിഷയമായതുകൊണ്ട് നമുക്ക് വീണ്ടും നിതിൻ രാജിലേക്ക് വരാം. പെയിൻറ്റിംഗ് തൊഴിലാളിയായിരുന്ന രാജൻ്റെയും തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളിയായ ലതയുടെയും CR ലതയുടെയും മകനാണ് നിതിൻ രാജ്. വാടക വീട്ടിലാണ് അവർ കഴിയുന്നത്. തങ്ങളുടെ തുച്ഛ വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിച്ചാണ് മകനെ അവർ പഠിപ്പിച്ചത്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും തോൽപ്പിക്കുന്ന ജീവിത സാഹചര്യങ്ങളാണ് അവരെന്നും നേരിടേണ്ടി വന്നിരുന്നത്. പക്ഷെ അതിനോടൊക്കെ പടവെട്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു അവർ. തീർച്ചയായും അവരുടെ ഒരു പ്രധാന പ്രതീക്ഷ തന്നെയായിരുന്നു നിതിൻ രാജ്. +2 കഴിഞ്ഞ് അവന് പ്രവേശന പരീക്ഷയ്ക്ക് പോകാൻ പൈസ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവൻ പോയില്ല. പക്ഷെ അവൻ വീട്ടിലിരുന്ന് കുത്തിരുന്ന് പഠിച്ച് അവൻ ഡെൻ്റൽ കോളേജിലെങ്കിലും എത്തി എന്നത് നിസ്സാര കാര്യമായിട്ട് കരുതാൻ പാടില്ല. കാരണം ഇത്രയും ദുർഘടങ്ങളായ അല്ലെങ്കിൽ ഇത്രയും മോശം സാഹചര്യത്തിൽ വരുന്നൊരു കുട്ടിയെ ശരിക്കും പറഞ്ഞാൽ അധ്യാപകർ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. എന്താണ് അവർ തിരിച്ചു കൊടുത്തത്? അവന് ജാതി പറഞ്ഞ് പുഴുത്ത പട്ടി എന്ന് വിളിച്ചു. മാത്രമല്ല അവനെ മർദ്ദനമേൽപ്പിച്ചു, ക്രൂരമായ മർദ്ദനമേൽപ്പിച്ചു, മാർക്ക് വെട്ടിക്കുറച്ചു. അവൻ അനുഭവിച്ച പീഡനങ്ങളുടെ യഥാർത്ഥ ചരിത്രം നമ്മളിന്ന് വോയിസ് ക്ലിപ്പായി കേൾക്കുന്നു. ആ വോയിസ് ക്ലിപ്പുകൾ, ആ ശബ്ദ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലുള്ള നീതിബോധത്തെയാണ് പിടിച്ചുലയ്ക്കുന്നത്. നാടിനെ സംബന്ധിച്ചിടത്തോളം നാടിൻ്റെ കാത് തന്നെ അത് പൊള്ളിക്കുകയാണ്. അത്രയും ഭീകരമായ വാർത്തകളാണ് നമ്മൾ നമ്മുടെ ചെവിയിലൂടെ കേൾക്കുന്നത്. കേസിൽ ആരോപണ വിധേയരായ 2 അധ്യാപകരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സംഗീത നമ്പ്യാർ, ഡോക്ടർ MK റാം. ഈ 2 പിശാചുകളും ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് ഇന്നത്തെ മനോരമ പത്രം പറയുന്നത്. ജാതിയുടെ പേരിൽ ഒരു തരത്തിലുള്ള വിവേചനങ്ങളും ഒരു വിദ്യാർത്ഥിയോ ആരും അനുഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രഖ്യാപിത നയം. എന്നാൽ
പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ജനാധിപത്യം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന വിഷയമേ അല്ല ജാതി, അല്ലെങ്കിൽ ജാതി മൂലമുള്ള പീഡനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹൈദരാബാദ് സർവകലാശാലയിൽ പഠിച്ചിരുന്ന, അതിൽ ഗവേഷണം നടത്തിയിരുന്ന രോഹിത് വെൺമുല എന്ന പട്ടികജാതി അല്ലെങ്കിൽ ദളിത് വിദ്യാർത്ഥിയുടെ കഥ നമുക്കറിയാം. 10 വർഷം മുമ്പാണ് അവൻ ജീവൻ ഒടുക്കിയത്. അവൻ്റെ ആഗ്രഹം എന്താണെന്ന് വായിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം നോവുന്നത്. കാൾ സാഗനെ പോലെ ഒരു ശാസ്ത്ര സാഹിത്യകാരനാകണമെന്ന് ആഗ്രഹിച്ച കുട്ടിയായിരുന്നു വെൺമുല. ആ കുട്ടിയാണ് എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തത്. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, കാരണം നമ്മുടെ ഗ്രാമങ്ങളിലാണ് ഈ ജാതിഭ്രാന്ത് എന്നുള്ളത്. സത്യത്തിൽ ഗ്രാമങ്ങളിലാണ് ജാതിഭ്രാന്ത്. പക്ഷേ ആ ഗ്രാമങ്ങളിൽ നിന്ന് ജാതിഭ്രാന്ത് യൂണിവേഴ്സിറ്റികളിലേക്ക് പഠിക്കാനായി എത്തുകയാണ്. ഇതെങ്ങനെ നമുക്ക് തടയാൻ പറ്റും? എൻട്രൻസിലുള്ള ഇൻ്റർവ്യൂകളിൽ സംവരണത്തെപ്പറ്റി ഒരു 4 ചോദ്യം ഉണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ്റെ ഉള്ളിലുള്ള ജാതി പുറത്തേക്ക് വരും. ആ ജാതിപ്പോര് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനുള്ള ആ 4 ചോദ്യങ്ങൾ മാത്രം മതി. അങ്ങനെ ജാതിഭ്രാന്ത് ടെസ്റ്റ് ചെയ്ത് ജാതിഭ്രാന്തുള്ള കുട്ടികളാണെങ്കിൽ, അധ്യാപകരാണെങ്കിൽ അവരെ ഒരു പ്രത്യേക തരത്തിലുള്ള മാനസിക പരിശീലനങ്ങൾ കൊടുത്തിട്ട് വേണം അവരെ ആ കോളേജിലേക്ക് പ്രവേശിപ്പിക്കാൻ. അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കും. കേരളത്തിൽ ഇതുപോലെ ജനാധിപത്യത്തിന് പരിഹരിക്കാൻ കഴിയാത്ത കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു മെഡിക്കൽ കോളേജിലെ കൈക്കൂലി. അഴിമതിയുടെ കൂത്തരങ്ങുകളായിരുന്നു നമ്മുടെ ആശുപത്രികൾ. 1980-കളിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജും അങ്ങനെയായിരുന്നു. അഴിമതിക്കാരായ ഡോക്ടർമാർ. ഇപ്പോൾ സ്ട്രക്ചറിലൊക്കെ ഒരു രോഗിയെ കിടത്തിയാൽ, നമ്മൾ കൊണ്ടുചെന്ന് കിടത്തിയാൽ അത് തള്ളണമെങ്കിൽ വരെ പൈസ കൊടുത്താൽ മാത്രമേ ആ വണ്ടി അവിടെ നിന്ന് ഇനങ്ങൂ എന്നൊരു സ്ഥിതിയായിരുന്നു. മതിയായ ചികിത്സ കൊടുക്കില്ല, വീട്ടിൽ പോയി കാണണം ഡോക്ടറെ. ഇതൊക്കെ ആയിരുന്നു സ്വകാര്യ പ്രാക്ടീസ്. ഇതായിരുന്നു അവിടുത്തെ ഒരു സ്ഥിതി. അപ്പോൾ ഈ അഴിമതിയെപ്പറ്റി ഭയങ്കര വാർത്തകൾ വന്നു. രോഗികളും അവരുടെ ബന്ധുക്കളും നിരവധി പരാതികൾ അധികൃതർക്ക് കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ജനാധിപത്യ വഴി ഒരു നടപടിയുമില്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഡോക്ടർമാരും കമ്പൗണ്ടർമാരും അതുപോലുള്ള എല്ലാ സ്റ്റാഫും, തുടയ്ക്കുന്ന ആളുകൾ വരെ യൂണിയനുമായിട്ട് ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഒരു രക്ഷയില്ല. അക്കാലത്ത് നക്സലൈറ്റുകൾ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ വിഭാഗം കേരളത്തിലുണ്ടായിരുന്നു. അവർ ഈ വിഷയത്തിൽ ഇടപെടാൻ തീരുമാനിച്ചു. അവരവിടുത്തെ അഴിമതിയെക്കുറിച്ച് വിശദമായി പഠിച്ചു. മതിയായ തെളിവുകൾ ശേഖരിച്ച് അവർ ഒരു അന്വേഷണ റിപ്പോർട്ട് അവർ പുറത്തുവിട്ടു. അതിൽ അഴിമതിക്കാരായ ഡോക്ടർമാരുടെ പേര് വിവരങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിൽ സാമൂഹ്യ സേവനം ലക്ഷ്യം വെച്ച് വന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട്. അവരുടെ പേരുകൾ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു. പക്ഷേ വില്ലനായി അവർ കണ്ട ഒരു ഡോക്ടർ, ഒരു പ്രതിനിധി, അഴിമതിക്കാരുടെ ഒരു പ്രതിനിധിയായി കണ്ടത് ഡോക്ടർ ജോർജിനെയാണ്. അഴിമതിക്കാരനായ ആ ഡോക്ടറെ പരസ്യമായി വിചാരണ ചെയ്യാൻ അവർ തീരുമാനിച്ചു. കേരളത്തിൽ ആദ്യമായാണ് ഒരു ജനകീയ വിചാരണ നടക്കാൻ പോകുന്നത്. നക്സലൈറ്റുകളുടെ കോഴിക്കോട് പാർട്ടി ജില്ലാ ഘടകം, അതുപോലെ തന്നെ ജനകീയ സാംസ്കാരിക വേദി, അന്ന് ഒരു വളരെ പ്രോഗ്രസീവായ ഒരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ഇവർ ഒരുമിച്ചാണ്, സംയുക്തമായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ജനകീയ സാംസ്കാരിക വേദിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സേതു, അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയുന്ന ഗ്രോ വാസുചേട്ടൻ, അവരാണ് അത് അന്ന് ആസൂത്രണം ചെയ്തത്. അത് സംഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് നേതൃത്വം വഹിച്ചത് ഒഡേസ സത്യേട്ടൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഒഡേസ സത്യൻ ആയിരുന്നു. 1981 മാർച്ച് 23 ആയിരുന്നു ദിവസം. എന്താണ് ഈ ദിവസം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, അന്നായിരുന്നു ഭഗവത് സിംഗിൻ്റെ ദിനം. എന്തിനും സജ്ജരായി ഒരു 150 നക്സലൈറ്റ് പ്രവർത്തകർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ മുന്നിലെത്തി. അവർ വിവിധ ഭാഗങ്ങളിൽ ഒളിച്ചു നിന്നു. രാവിലെ മെഡിക്കൽ കോളേജിലേക്ക് കാറിലേക്ക് വന്നിറങ്ങിയ ഡോക്ടർ ജോർജിനെ അവർ ഓടിച്ചെന്ന് പിടികൂടി. എന്നിട്ട് മെഡിക്കൽ കോളേജിൻ്റെ മെയിൻ കവാടത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിർത്തി. തുടർന്നാണ് കേരളം കാണാത്ത ആദ്യത്തെ ഒരു ജനകീയ വിചാരണ നടന്നത്. സാംസ്കാരിക വേദി പ്രവർത്തകരായിരുന്ന സോമനാണ് ജഡ്ജിയായിരുന്നത്. വിചാരണ എന്ന് പറഞ്ഞാൽ കുറ്റപത്രം വായിക്കലാണ്. അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെട്ട കുറ്റകൃത്യങ്ങളൊക്കെ വാദിച്ചിട്ട് ഇത് ശരിയാണോ എന്ന് ചോദിക്കും. അപ്പോൾ അയാൾ ശരിയാണോ അല്ലേ എന്നൊക്കെയുള്ളത് അയാളുടെ മറുപടികളുണ്ടാവും. അതിനുശേഷം ഒരു ധാരണ കിട്ടുകയാണ്. ഇയാൾ എല്ലാവരും കൂടി തീരുമാനിക്കുകയാണ് ഇയാളാണ് കുറ്റക്കാരൻ എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഞാൻ അഴിമതിക്കാരനാണ് എന്നൊരു ബോർഡ് അയാളുടെ കഴുത്തിലേക്ക് ഇടും. അങ്ങനെ ഈ ഡോക്ടർ ജോർജിൻ്റെ കഴുത്തിലേക്ക് ഒരു ഞാൻ അഴിമതിക്കാരനെന്നുള്ള ഒരു ബോർഡ് കൊണ്ടിട്ടു. പിന്നെ ചെരുപ്പുമാല, നല്ല നീളത്തിലുള്ള ചെരുപ്പുമാല അണിയിച്ചു. തുടർന്ന് മുദ്രാവാക്യങ്ങൾ. ബഹളങ്ങൾക്ക് ശേഷം ഈ ഡോക്ടർ ജോർജിനെ ഒന്നും ചെയ്യാതെ വിട്ടു. ഇത് ശരിക്കും പറഞ്ഞത് ഒരു സൈക്കോളജിക്കൽ മൂവ് മാത്രമാണ്, അല്ലാണ്ട് ഇതിൽ മറ്റ് ശിക്ഷകളൊന്നുമില്ല.
പോലീസ് സ്റ്റേഷനോട് ചേർന്നാണ് സംഭവമെങ്കിലും പോലീസ് നോക്കി നിൽക്കുകയാണ് ചെയ്തത്, ഇടപെട്ടില്ല. കാരണം എന്തോ അവർക്ക് തോന്നി അതിലെന്തോ ശരിയുണ്ടെന്ന്. അനീതിക്കെതിരെ കലാപം ചെയ്യാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്, അനീതിക്കെതിരെ കലാപം ചെയ്യുന്നത് ന്യായമാണ് എന്നൊക്കെ ആയിരുന്നു അക്കാലത്തെ ഈ വിചാരണയിൽ ഉയർന്നു വന്ന അന്നത്തെ മുദ്രാവാക്യങ്ങൾ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി പത്രങ്ങൾ നക്സലൈറ്റുകൾക്ക് അനുകൂലമായി എഴുതുന്നത് ഈ വിചാരണ സംഭവത്തിലാണ്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വി.ആർ. കൃഷ്ണയ്യർ ഈ ജനകീയ വിചാരണയെ ന്യായീകരിച്ച് പ്രസ്താവന ഇറക്കിയതോടുകൂടി ഈ സംഭവം വാളയാർ ചെക്ക് പോസ്റ്റ് കടന്ന് ഹിമാലയൻ അതിർത്തി വരെ എത്തി. അഴിമതിക്കെതിരെയുള്ള വലിയ സന്ദേശമായി തന്നെ ഇത് നമ്മളുടെ പൊതുസമൂഹം ഉൾക്കൊണ്ടു. ജനാധിപത്യം കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ജനങ്ങൾ പരിഹരിച്ചതിൻ്റെ ഒരു തെളിവാണ് ഈ സംഭവം. ഇന്ന് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഒരു കുട്ടി ജാതി പീഡനം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുട്ടി SFIയിലെ ചില തീവ്രവാദികൾ മൂലം ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പരിതപിക്കുന്നത് ഇന്ത്യയിലെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റത്തെക്കുറിച്ച് ഓർത്താണ്, അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പോരായ്മയെക്കുറിച്ച് ഓർത്താണ്. എത്ര കാലമായി ഇത് നമ്മൾ തുടങ്ങിയിട്ട്, എന്തൊക്കെ നമ്മൾ ഇതിനു വേണ്ടി ചെയ്തു. പട്ടികജാതി അട്രോസിറ്റീസ് ആക്ട് അടക്കം എന്തെല്ലാം നിയമങ്ങളുണ്ടാക്കി. ആ ശ്രീനിധിനെ പോലെയുള്ള ചില MLAമാർക്ക് ദുരുപയോഗം ചെയ്യാനല്ലാതെ എന്തിനു വേണ്ടിയാണ് ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു ആക്ട് ഉപകരിച്ചിട്ടുള്ളത്? വളരെ കുറച്ചാണ് അത് അതിൻ്റെ ലക്ഷ്യങ്ങൾക്കായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് പോലീസുകാർ പോലും ഈ അട്രോസിറ്റീസ് ആക്ടിനെ ഒരു വിലയും കൊടുത്തിട്ടില്ല. തിരുവനന്തപുരത്തെ പേരൂർക്കടയിൽ സ്റ്റേഷനിൽ വെച്ച് എന്താണ്ടായത്, ഒരു ബിന്ദു എന്നൊരു ആദിവാസി സ്ത്രീയെ അവർ മാല മോഷ്ടിച്ചു എന്നും പറഞ്ഞ് കൊണ്ടുവന്നു. അവരെ മർദ്ദിച്ചു. അവസാനം അവർ ലേശം വെള്ളം ചോദിച്ചപ്പോൾ ക്ലോസറ്റിൽ നിന്ന് എടുത്ത് കുടിക്കാൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം നടന്ന സംഭവമാണ്. ആർക്കാണ് ഇവിടെ, അത് പോലീസിന് പോലും യാതൊരു വിലയില്ലാത്ത ഒരു ആക്റ്റാണ് ഈ അട്രോസിറ്റീസ് ആക്ട്. അവർ പോലും അത് ഉപയോഗിക്കുന്നത് ശത്രുക്കളെ ഒതുക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ എന്നോട് ശത്രുതയില്ലെങ്കിൽ ഈ ഒരു കേസിൽ പെടുത്തി എന്നെ ഒതുക്കാം എന്നല്ലാതെ യാതൊരു പ്രയോജനം ഇത് പട്ടികജാതിക്കാർക്ക് കൊണ്ടുതരുന്നില്ല. വിദ്യാർത്ഥികൾ ജീവനെടുക്കുന്ന സംഭവം എന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ആദ്യം തെളിയുന്നത് രജനി എസ് ആനന്ദിനെയാണ്. എൻ്റെ പ്രായമുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഓർമ്മ വരിക ആ കുട്ടിയെക്കുറിച്ചായിരിക്കും. എന്ന് വെച്ചാൽ അടൂർ IHRD കോളേജിൽ, എഞ്ചിനീയറിംഗ് കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു രജനി എസ് ആനന്ദ്. 2004 ജൂലൈ 22-നാണ് അവർ തിരുവനന്തപുരത്തെ പ്രവേശന പരീക്ഷ കമ്മീഷണർ ഓഫീസിൻ്റെ മുകളിൽ നിന്നും എടുത്തു ചാടുന്നത്. ഇക്കാലഘട്ടത്തിൽ ഇന്ന് ഈ കാലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരം സംഭവങ്ങൾ വളരെയധികം കൂടുതലാണ്. ശ്രീ റജിമോഹൻ കുട്ടപ്പനെ പോലുള്ള ആളുകൾ പഠിച്ചു പറഞ്ഞ കാര്യം, 1,00,000 വിദ്യാർത്ഥികൾ ഒരു വർഷം ഇന്ത്യയിൽ, കേരളത്തിലല്ല ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതൊരു ഭീകരമായ ഇന്ത്യൻ യാഥാർത്ഥ്യമാണ്. ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറയുന്ന ആളുകളുണ്ടായിരിക്കാം. റോഡും കെട്ടിടങ്ങളൊക്കെ നോക്കി നടക്കുന്ന ആളുകൾക്ക് എപ്പോഴും നല്ല തിളക്കം കാണും. എല്ലാറ്റിലും തിളക്കം കാണുന്ന ആളുകളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. നമ്മുടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പരിശോധിക്കുന്ന ആളുകൾക്ക് കാണാൻ കഴിയുന്നത് 1,00,000 വിദ്യാർത്ഥികൾ ഈ മോദിയുടെ കാലത്ത്, മോദിയുടെ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. വടക്കേ ഇന്ത്യയിൽ ABVP എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘമാണ് താഴ്ന്ന ജാതി ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കും ഭീഷണിയായിട്ടുള്ളത്. കേരളത്തിൽ അവരുടെ സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ SFIക്കാരാണ് എന്ന് വളരെ ഖേദത്തോടു കൂടി തന്നെ പറയാനുണ്ട്. കാരണം എന്താ വെച്ചാൽ വയനാട്ടിലെ വെറ്റിനറി കോളേജിൽ പഠിക്കാൻ പോയ നമ്മുടെ സിദ്ധാർത്ഥനെ നമുക്ക് മറക്കാൻ കഴിയില്ല. 2 ദിവസം ഇവരുടെ SFI ചേട്ടന്മാർ അവരുടെ നേതൃത്വത്തിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് ശേഷം ആ കുട്ടിയെ പെട്ടിയിലാക്കിയാണ് വീട്ടിലേക്ക് അയച്ചത്. ആ പ്രതികളൊക്കെ എവിടെ? ജാമ്യത്തിലാണ്. അവരെ പരീക്ഷ പോലും മുടക്കാൻ നമ്മുടെ സിസ്റ്റത്തിന് കഴിഞ്ഞില്ല. അവർക്കെല്ലാവർക്കും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പുറത്തു കൊടുത്തു എന്ന് നമുക്കറിയാം. ഇതുപോലെ സ്വാശ്രയ കോളേജിൻ്റെ ഒരു ഇരയായിരുന്നു ജിഷ്ണു പ്രണയോയ്. ആ കുട്ടി ആത്മഹത്യ ചെയ്തു. ആ കുട്ടിക്ക് നീതി കിട്ടാതെ അവൻ്റെ അമ്മ തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്തേക്ക് കയറി ചെന്നത് നമ്മൾ TV-യിൽ കണ്ടതാണ്. എന്താണ് അവിടെ നടന്നത്? പോലീസിൻ്റെ ഒരു കിരാത വാഴ്ചയാണ്. മകൻ്റെ മരണം മൂലം ഹൃദയം തകർന്നു വരുന്ന ഒരു അമ്മയെ ടൈൽസിട്ട ഫ്ലോറിലിട്ട് വലിച്ചിഴച്ച് ജീപ്പിലേക്ക് കയറ്റുന്നത് നമ്മൾ കൺമുന്നിലൂടെ കണ്ടതാണ്. ഈ ഹൃദയഭേദകമായ കാഴ്ച കണ്ട് ഓടി വന്ന ഷാജഹാൻ എന്ന് പറയുന്ന ഇന്നത്തെ പത്രപ്രവർത്തകനെ അദ്ദേഹത്തെയും കൊണ്ടുപോയി 1 മാസം ജയിലിലിടുകയാണ് പിണറായിയുടെ പോലീസ് ചെയ്തത്. എന്തുകൊണ്ടാണ്? ഷാജഹാൻ അച്യുതാനന്ദൻ്റെ
ഏറ്റവും അടുത്ത സഹപ്രവർത്തകനായിരുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഗ്രൂപ്പ് വൈര്യം തീർക്കുന്നതിന് വേണ്ടി പോലും കുട്ടികളുടെ ആത്മഹത്യയെ ഉപയോഗിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ 10 വർഷം ഭരിച്ചിരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ നിതിൻ രാജിൻ്റെ മരണത്തിന് പിറകിൽ സ്വാശ്രയ കോളേജ് ഒന്നുമല്ല, ജാതി മേലാളന്മാർ തന്നെയാണ്. ഇത്രയും ക്രൂരതകളുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇരുന്നു കൊണ്ട് ചെയ്യാനുള്ള അവരുടെ ഫലം എന്താണ്? എന്ത് ചെയ്താലും ഞങ്ങളുണ്ട് സംരക്ഷിക്കാൻ എന്ന ഒരു അദൃശ്യമായ ഒരു യൂണിയൻ ഫലമുണ്ട്. ഈ ഫലം കൊടുത്തത് ഇവിടെ 10 വർഷമായി ഇവിടെ ഭരിച്ച ഒരു ദുരന്തം എന്ന് തന്നെ പറയാവുന്ന ഒരു സർക്കാരാണ്. 10 വർഷത്തെ കരുണയില്ലാത്ത ഭരണം. ഒരുപാട് ക്രിമിനലുകൾക്കും സൈക്കോപാത്തുകൾക്കും അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തൊരു ആത്മവിശ്വാസം ചില്ലറയല്ല എന്നുള്ളത് നമ്മൾ ഫേസ്ബുക്കിലുള്ള അവരുടെ കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ പോലും മനസ്സിലാവും. എന്താണ് ഇന്നത്തെ ഇന്ത്യയിലെ സ്ഥിതി? കുറ്റകൃത്യങ്ങൾ പെരുകുന്നു, ഇരകൾക്ക് നീതി കിട്ടുന്നില്ല, ന്യായമായ വിചാരണ പോലും നടക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നില്ല. ശിക്ഷിക്കപ്പെട്ട പ്രതികൾ പോലും ജയിൽവാസം അനുഷ്ഠിക്കുന്നത് അവരുടെ സ്വാധീനം അനുസരിച്ചാണ്. കോടതി ശിക്ഷിച്ച പ്രതികളെ പരോൾക്കെടുത്ത് സുഖിക്കാൻ വിടുന്നു. അവർ ആ പരോൾ കാലത്ത് തന്നെ വിവാഹം കഴിക്കുന്നു. ആ വിവാഹത്തിൽ പോയി ഇവിടുത്തെ മന്ത്രിമാർ പങ്കെടുക്കുന്നു. എന്താണ്, എങ്ങനെയാണ് ഇവർക്ക് ഇതിനുള്ള ധൈര്യം കിട്ടുന്നത്? അവർക്കറിയാം ഇന്നത്തെ കാലത്ത് ആരും ഒന്നിനും ഒരു വിചാരണയ്ക്കും ഇറങ്ങി പുറപ്പെടില്ല. അധികാരത്തിന് വേണ്ടിയല്ലാതെ ഒരു സമരവും ഒരു പ്രമുഖ രാഷ്ട്രീയ കക്ഷിയും ഇവിടെ നടത്തുന്നില്ല. ഒരു ജനകീയ വിചാരണ ആരും ഇവിടെ പ്രതീക്ഷിക്കുകയും വേണ്ട. കോഴിക്കോടായാലും തിരുവനന്തപുരത്തായാലും തൃശ്ശൂരായാലും ഇനി വയനാട്ടിലായാൽ പോലും ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഉണ്ട്. അത് നഷ്ടപ്പെടുത്താൻ നമുക്കടക്കം ആർക്കും ഇഷ്ടമില്ല. അതുകൊണ്ട് കുറച്ച് നാൾ പത്രങ്ങളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ ഈ വിഷയം നിതിൻ രാജ് കുറച്ച് നാൾ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ നമ്മൾ മറക്കും. എങ്ങനെ മറക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ 2004 രജനി എസ് ആനന്ദനെ മറന്നതുപോലെ, അല്ലെങ്കിൽ നമ്മൾ ജിഷ്ണു പ്രണോയിയെ മറന്നതുപോലെ, സിദ്ധാർത്ഥനെ പറഞ്ഞതുപോലെ നമുക്ക് ജിതിൻ രാജിനെയും മറക്കാൻ കഴിയും. നന്ദി, നമസ്കാരം.